അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 7 വർഷത്തിന് മുന്നേ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഭക്തിസാന്ദ്രമായൊരു സംഭവമാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്പലങ്ങളിലൊക്കെ പൊങ്കാലയൊക്കെ ഇടാൻ പോണ ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ചുറ്റുമുള്ള അമ്പലങ്ങളിലൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് ഞങ്ങൾ പോകാറുണ്ട്. പക്ഷേ ദൂരോട്ടുള്ള അമ്പലങ്ങളിലൊക്കെ ഉത്സവ പൊങ്കാല സംബന്ധമായ പൊങ്കാലയാണ് ഇടാറുള്ളത്. അങ്ങനെ എൻ്റെ വീടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അകലെയാണ് നെടുമങ്ങാട് മേലാങ്കോട് ദേവീക്ഷേത്രം. അപ്പോൾ അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുന്ന ദിവസം, പൊങ്കാല ഇടുന്ന ദിവസം എൻ്റെ അവിടുത്തെ 3ാമത്തെ വർഷത്തെ പൊങ്കാലയായിരുന്നു. അപ്പോൾ 8:30 മണിയായപ്പോഴത്തേക്ക് ഞാൻ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അപ്പം പുറത്ത് ആണ്, അമ്പലത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ പുറത്താണ്, തണൽ നോക്കിയാണ് അടുപ്പ് ഞാൻ അടുപ്പിനുള്ള സൗകര്യം ഒരുക്കാൻ തീരുമാനിച്ച് പോയത്. അതുമല്ല, അമ്പലത്തിന് ചുറ്റുമതിലിനകത്ത് 8:30 ആകുമ്പോഴത്തേക്ക് നിറയും. സമർപ്പണ പൊങ്കാലയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു പരിധിയിൽ കൂടുതൽ അവിടെ പൊങ്കാലയുടെ സമ്മതിക്കില്ല. അപ്പോൾ സംഘാടകരെ വിളിച്ച് പറയും, അവിടെ നിറഞ്ഞു കഴിഞ്ഞു, ഇനി വരുന്ന ഭക്തജനങ്ങൾ പുറത്ത് അടുപ്പ് കൂട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു അനൗൺസ്മെൻറ്റ് 8:45 ആയപ്പോഴത്തേക്ക് അവർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു, ഇനി അകത്തോട്ട് ആരും ചെല്ലണ്ട, പുറത്തിടാനുള്ളത്. അപ്പോൾ അങ്ങനെ ഞാനും വേറൊരു കൊച്ചുമുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ അടുപ്പൊക്കെ കൂട്ടി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വെച്ച് എല്ലാം ഒക്കെ റെഡിയാക്കി ഏറ്റൊക്കെ നിന്ന് ഒരു 10:15 ആയപ്പോഴത്തേക്ക് ദീപം തെളിയിക്കാനുള്ള സമയമായി. അപ്പം പ്രധാന അടുപ്പിൽ ദീപം തെളിയിച്ചിട്ട് അവിടെ നിന്ന് ദീപം നമ്മുടെ ഓരോ പൊങ്കാലയുടെ അടുത്തും ഈ ദീപം പകർന്നു തരും. അപ്പോൾ അവിടെ ദീപം തെളിയിക്കുമ്പോഴത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. പിന്നെ വെടിയൊച്ച കേൾക്കും, പിന്നെ വാദ്യമേളങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അറിയാം അവിടെ ദീപം തെളിയിച്ച് കഴിഞ്ഞു എന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടും. അങ്ങനെ ഈ ദീപവും കൊണ്ട് ചുറ്റുമതിലിനകത്തുനിന്ന്, അമ്പലത്തിനകത്തുനിന്ന് സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് സംഘാടകർ ദീപം തെളിയിച്ചുകൊണ്ട് വരുന്നത് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇടത് സൈഡിലാണ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ നിൽക്കുന്ന ഫ്രണ്ടിലത്തെ വരിയുടെ എൻ്റെ ഓപ്പോസിറ്റ് ഒരു ഓട്ടോ പോകാൻ സൗകര്യത്തിനുള്ള വഴി സൗകര്യം ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്തും കുറേ ആൾക്കാർ, അവിടെ നിന്ന് അങ്ങോട്ട് നിറച്ച ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഈ ദീപമൊക്കെ കൊണ്ട് വരാനുള്ള സൗകര്യം അനുസരിച്ചാണ് ആ ഗ്യാപ്പ് ഇട്ടേക്കുന്നത്, റോഡ് പോലെ വഴി. അപ്പം ഞാൻ ഈ ദീപം തെളിയിച്ചത് കൊണ്ടുവരണം, അതാണ് വലിയ ശ്രദ്ധയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് പുറത്തുനിന്ന് റോഡിൽ നിന്ന് ഒരു അമ്മയും മോളും, ഒരു ചേച്ചി, ഒരമ്മയും മോളും അവിടെ നിന്ന് ധൃതി പിടിച്ച് വരണുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് 10:15 ഇത്രയും നേരം അവർ ഉറങ്ങിയിരുന്ന, ഇനി വന്നിട്ട് എന്തെല്ലാം, കാരണം അടുപ്പ് ചെന്ന് എടുക്കണം, അടുപ്പ് കൊണ്ടുവന്ന് അത് കൂട്ടണം, പിന്നെ വെള്ളം എടുക്കണം, അങ്ങനെ. അപ്പം നമുക്ക് താമസിച്ച് പോകുമ്പോഴുള്ള ടെൻഷൻ നമുക്കറിയാം. അപ്പോൾ അവരിങ്ങനെ വന്നപ്പോൾ എനിക്ക് ടെൻഷനായി, ഇനി എപ്പോൾ ഇവരിങ്ങനെ ഇതൊക്കെ എടുക്കും എന്നുള്ളത് ടെൻഷനിൽ നിന്ന് ഈ ദീപം നോക്കണം. ഈ അമ്മയും മോള് പറഞ്ഞത് പകുതി ശ്രദ്ധയിലാണ് അമ്മയും മോളെ നോക്കണം. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റാണ് ഇവർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരമ്മ അവിടെ അടുപ്പ് കൂട്ടി വച്ചുകൊണ്ട് നിന്ന അമ്മ അവിടെ നിന്ന്, അമ്മയുടെ മുഖം എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ല, വ്യക്തമായിട്ട് ഞാൻ ശ്രദ്ധിക്കണില്ല. സംഭവം അതാണ്. ഈ അമ്മ കുനിഞ്ഞു നിന്ന് ഈ അടുപ്പ് മാറി കൊടുക്കുന്നുണ്ട്. ഈ താമസിച്ച് വന്ന ചേച്ചിക്ക് മോക്കും, ഒരു 8 വയസ്സായ മോളാണ്. ഈ ചേച്ചിക്ക് മോക്ക് ഈ അടുപ്പ് മാറി കൊടുക്കുന്നുണ്ട്. ഈ അമ്മ ഈ കലത്തിരുന്ന വെള്ളം ഇവരെ പാത്രത്തിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് അമ്മ. അപ്പം എൻ്റെ മനസ്സിൽ വീണ്ടും ചിന്ത വന്നു, വെറുതെ അല്ല ഇവർ താമസിച്ച് വന്നത്, കാരണം ഇവർ ആളെ ഇവിടെ നിർത്തിയിട്ടാണല്ലോ വന്നത്, അതുകൊണ്ടായിരിക്കും താമസിച്ച് വന്നത്. അപ്പം ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ദൂരെ ഉള്ള ഒരു അമ്പലമാണ്, അവിടെ അടുത്ത് ബന്ധുക്കളുണ്ടെങ്കിൽ പറയും അടുപ്പ് പിടിച്ചിടണേന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യമൊക്കെ പിടിച്ചിടണേ നേരത്തെ പറയും. അപ്പം അങ്ങനെ ഈ ഒരു അമ്മ ഇവിടെ നിർത്തിയിട്ടാണ് ഈ ചേച്ചി താമസിച്ച് വന്നതെന്ന് ഞാൻ അങ്ങ് ഊഹിച്ചു. എന്നിട്ട് എൻ്റെ ശ്രദ്ധ അവിടെ തന്നെ, ഞാൻ എൻ്റെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, ഈ ദീപത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ദീപം ഏകദേശം ഞങ്ങൾ അടുത്തെത്താറായി. എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അമ്മ ഈ വെള്ളമൊക്കെ പകർന്നു കൊടുത്തിട്ട് ഈ പാത്രമൊക്കെ എടുത്ത് ബിഗ് ഷോപ്പറിനകത്ത് വെച്ച് ഈ ബിഗ് ഷോപ്പർ എടുത്തുകൊണ്ട് ഈ അമ്മ നേരെ അമ്പലത്തിനകത്തോട്ടാണ് പോണത്. ദീപം തെളിയിച്ചുകൊണ്ട് പിന്നെ സംഘാടകർ ഇറങ്ങി വരുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ അമ്മ ഒരു 2 പടി കയറുന്നത് ഞാൻ കണ്ടു. അപ്പോഴും മുഖം വ്യക്തമല്ല, പുറകുവശം മാത്രമേ കാണുന്നുള്ളൂ. കൈലിയും തോർത്തുമാണ് കൊടുത്തേക്കണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. സെറ്റ് മുണ്ടോ സെറ്റ് സാരിയൊന്നുമല്ല, സാധാരണ കൈലിയും കൈലിയും തോർത്തും. അപ്പം ഒരു പക്ഷേ അമ്മയ്ക്ക് പൊങ്കാലയിടാനുള്ള അസൗകര്യമാണെങ്കിൽ അമ്മ പുറത്തോട്ടാണ് പോകാനുള്ളത്, ആണല്ലോ അല്ലേ? പുറത്തോട്ട് ഈ അമ്മ എന്തിനാ അകത്തോട്ട് പോയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം എന്ന് വെച്ചാൽ
അവിടെ ഇനി പൊങ്കാലിടാൻ പറ്റൂല. ഈ കലമൊക്കെ എടുത്തുകൊണ്ട് പോയാലും ഇനി വെള്ളമൊക്കെ എടുത്ത് അടുപ്പൊന്ന് കുളിക്കുക. അതുപോലെ അവിടെ സ്ഥലമില്ലാതെ നേരത്തെ 8:45 വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇനി പോയാൽ പൊങ്കാലിടാൻ പറ്റൂല. ഈ അമ്മ എങ്ങോട്ട് പോയെന്ന് എനിക്ക് അതിശയമായിപ്പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഭക്തയെന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് അത് മേലാങ്കോട് അമ്മ ഇവർക്ക് വേണ്ടി വെള്ളം അടുപ്പൊക്കെ പിടിച്ചിട്ട് കാത്തിരുന്നോലെ എനിക്ക് തോന്നി. കാരണം ഒരു ഭക്തയെന്നുള്ള നിലയിൽ സത്യം. അപ്പം അത് അങ്ങനെയാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. സംഭവം എനിക്ക് അങ്ങനെയാണ് വിശ്വസിക്കാൻ ഇഷ്ടം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ അടുത്തിങ്ങനെ കൊച്ചിൻ്റെ ഈ സംഭവം ഞാൻ കൊച്ചിനെ കാണിച്ചു കൊടുത്ത് പറയണേ, ആ കൊച്ചിൻ്റെ കൂടെയും പറയണേ. എന്നിട്ട് ഞാൻ പറയാം, ആ ചേച്ചി എനിക്ക് എവിടെയോ കണ്ട് പരിചയമുണ്ട്, ആ ചേച്ചി ഇനി എപ്പോഴെങ്കിലും എവിടെയും വെച്ച് കാണുമ്പോൾ ചോദിക്കണം. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ എവിടെ പോകുമ്പോഴത്തേക്ക് എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, ആ ചേച്ചി എനിക്ക് ഒന്ന് കാണാൻ പറ്റണേ ദൈവമേ. കാരണം എനിക്കിത് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. കാരണം എൻ്റെ മനസ്സിൽ ആ ദേവിയാണെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു പോയല്ലോ. അപ്പോൾ എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയണ്ടേ. അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നെടുമങ്ങാട് വെച്ച് തന്നെ ഈ ചേച്ചി എനിക്ക് കണ്ടുമുട്ടേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചേച്ചി ഓടിച്ചെന്ന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ പേര് മാലിനിയാണ് എന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞ് ചേച്ചി പറഞ്ഞു ചോദിച്ചോളാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ അമ്പലത്തിൽ പൊങ്കാലിടാൻ വന്നപ്പോഴത്തേക്ക് ഒരമ്മ അടുപ്പും ഈ വെള്ളമൊക്കെ ചേച്ചിക്ക് പകർന്നു തരണം കണ്ട്. ചേച്ചി നേരത്തെ ആരെങ്കിലും ഏർപ്പാടാക്കി അവിടെ നിർത്തിയതാണോ, ബന്ധുക്കളാണോ സ്വന്തക്കാരാണോ എന്ന് വെച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഇല്ല മാലിനി, എനിക്ക് ആ അമ്മയെ അറിഞ്ഞുകൂടാ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് എടുത്ത് ഈ വെള്ളവും അടുപ്പൊക്കെ മാറി തന്നിട്ട് ഇവിടെ ഇട്ടോളാൻ പറഞ്ഞ് അവിടോട്ട് അവിടെ എല്ലാം എടുത്ത് കൊടുത്തപ്പോൾ ഞങ്ങളതങ്ങ് വാങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ എന്താണ് പറഞ്ഞത്? അപ്പം ഈ വെപ്രാളത്തിന് ഈ ധൃതിക്കിടയ്ക്ക് ഈ അമ്മ എന്താണ് പറഞ്ഞതെന്ന്, അമ്മ ആരാണെന്നോ ഞങ്ങൾക്ക് മുഖം വ്യക്തമായില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇതെല്ലാം വാങ്ങണതിൻ്റെ വെപ്രാളത്തിലും ഈ സമയം താമസിക്കേണ്ട ടെൻഷനിലായിരുന്നു അവർ. കാരണം അങ്ങനെ ടെൻഷൻ ഉണ്ടാക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മേരെ മുഖം ഓർമ്മ വരും, എന്തുകൊണ്ട് ഇടണില്ല എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ. അപ്പം ഇതിലൊക്കെ നിങ്ങളൊരു സംശയം എല്ലാവർക്കും വരത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൽ നടന്നിട്ടുള്ളത്, ആർക്കായിരുന്നാലും. അപ്പം ഈ ചേച്ചി അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി അത് മേലാങ്കോട് അമ്മ അല്ലേ, മേലാങ്കോട് അമ്മ ചേച്ചിക്ക് വേണ്ടി വെള്ളം എടുത്ത് അടുപ്പൊക്കെ കൂട്ടി കാത്തു നിന്നോലെ എനിക്ക് തോന്നണേ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പെട്ടെന്ന് പറഞ്ഞു, മാലിനി പറഞ്ഞു അതേ രീതിയിൽ എൻ്റെ മോൾ അപ്പം പറഞ്ഞു, ഇത് മേലാങ്കോട് അമ്മ നമുക്ക് വേണ്ടി വെള്ളവും അടുപ്പൊക്കെ എടുത്ത് കാത്തു നിന്നോലെ ആണെന്ന് എൻ്റെ മോളും ഇതേപോലെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ആ അമ്മ വന്ന് നമ്മളുടെ ഇങ്ങനെയാണ് ഞാൻ പൊങ്കാലയുടെ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ പോയതാണെന്ന് പറയുന്നത് വരെ നമ്മൾ ഇപ്പം അവരും വിശ്വസിക്കുന്നുണ്ട്, ഞാനും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അത് നമുക്കൊരു മറക്കാൻ പറ്റാത്തൊരു സംഭവം, ഭക്തിസാന്ദ്രമായ. കാരണം മുഖം വ്യക്തമായെങ്കിൽ ഈ ചേച്ചിയെ കണ്ടുപിടിച്ചോലെ ഞാൻ അമ്മയും കണ്ടുപിടിച്ച് എന്താണ് സംഭവം, എന്തുകൊണ്ട് പൊങ്കാല ഇടാതെ ഇതെല്ലാം എടുത്ത് കൊടുത്തിട്ട് പോയി എന്നുള്ള തിരക്കിനിരുന്നു. പക്ഷേ ആർക്കും മുഖം വ്യക്തമല്ല, അമ്മയുടെ മുഖം ആർക്കും വ്യക്തമല്ല, അമ്മ ആരും കണ്ടുമില്ല, അമ്മ ആരും കണ്ടില്ല. അപ്പം പിന്നെ നമ്മളെങ്ങനെ അറിയും? അപ്പം ആ അമ്മ ഒരിക്കലും വന്ന് പറയാത്ത ആ സമയം വരെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് ദൈവികമായിട്ടുള്ള ഒരു അമ്മ എന്തോ അവരെ സഹായിക്കാൻ വേണ്ടി എന്തോ ഒരു ദൈവികമായിട്ടുള്ളൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്ന് ഞാൻ ഭക്തയായി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾ ചിന്തിക്കുക എന്താണ് നിങ്ങളെ മനസ്സിലുള്ളതെന്ന്. ഭക്തിപൂർവ്വം ആലോചിച്ചിട്ട് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവണമെന്ന് നിങ്ങൾ എന്നെ ചിന്തിക്കുക. ഓക്കെ.